ഓട്ടോക്കാരെ കുറ്റം പറയൊന്നും വേണ്ട. ഞങ്ങളും മനസാക്ഷിയുള്ളവരൊക്കെ തന്നെയാണ്. അനുഭവിച്ചറിഞ്ഞവർക്ക് അത് മനസ്സിലാവുള്ളൂ. കാക്കിയുടെ ഉള്ളിലും ഒരു സത്യമൊക്കെ ഉണ്ടോ. മോളെ കുഞ്ഞി കൊച്ചു വന്നേ. ഈ ഫോണിൽ ആ ചേട്ടനെ വിളിച്ച ഓട്ടോക്കാരൻ ചേട്ടനെ. ശരിയമ്മേ. നാളെ അടവടയ്ക്കണം. എന്ത് ചെയ്യും? ഹലോ ചേട്ടാ, എവിടെയാ? ഒന്ന് വീട്ടിക്ക് വരുവോ? ഒന്ന് ആശുപത്രിക്ക് ഒരു ഓട്ടോ ഉണ്ട്, ഒന്ന് വീട്ടിക്ക് വരുവോ? ഞാൻ പോരാം. റെഡി ആയില്ലേ? അതാ പോന്നു. ശരി ചേട്ടാ. വിളിച്ചിട്ടുണ്ട് അമ്മേ. ആ ചേട്ടാ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ശരി, വേഗം പോയ കൊച്ചു പോയ കൂടെ. അമിത, എനിക്കൊരു ആശുപത്രി കേസുണ്ട്. വേറൊരു ഓട്ടോ ഞാൻ ഏറ്റിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ വിളിക്കുന്നു. പോകുന്നു. വേറെ ഓട്ടോ അല്ല. ശരി, ഓക്കെ. അച്ഛന് സുഖമില്ലാണ്ടായിട്ടേ ഹോസ്പിറ്റലിലാ. പനി കൂടിയിട്ട്. ഹോസ്പിറ്റല് പാലക്കാട്. ഇവിടെ നിർത്തിയാ മതി. ശരി, എന്തിനാവശ്യം വിളിച്ചാൽ അയ്യോ പാവം ചേച്ചി, പൈസയൊക്കെ ഇതില് പോണു. നമുക്കിപ്പോ കിട്ടിയ നല്ലൊരു സംഖ്യ ഉണ്ട്, 19,000 റുപ്യ ഉണ്ട്. അത് നമുക്ക് ചെയ്യാൻ പാടില്ല, മനസ്സതിനെ അനുവദിക്കില്ല. പാവം കൊണ്ട കൊടുക്കുക. ആശുപത്രി കേസല്ലേ. ദൈവം എവിടെയാണ്? വീട്ടിൽ പോയി നോക്കാനെ.
അമ്മ ഇപ്പൊ ഓട്ടോറിക്ഷയിൽ കയറി വന്നായിരുന്നേ. അപ്പൊ പേഴ്സും പിന്നെ ഫോണും ഇതിലുണ്ട്. ഫോൺ വന്നപ്പോ ഞാൻ കണ്ടാണ്. അപ്പൊ അമ്മ ഇറങ്ങി പോവുകയും ചെയ്തു. ഇതില് പൈസ ഉണ്ട്. അപ്പൊ ഞാൻ ആശുപത്രിക്കാക്കാന്നൊക്കെ പറഞ്ഞു. അമ്മ ആശുപത്രി പൈസ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അമ്മേനെ കണ്ടുപിടിക്കാൻ നോക്കും. ഞാൻ കുറെ നോക്കി ഫോണുമായിട്ട് ആയായിരുന്നേ 19 റുപ്യ ഉണ്ടെന്ന് തോന്നി. നമ്മള് വേറെ ആരും വണ്ടി കയറിയില്ല. അത് കാരണം കറക്റ്റായി കിട്ടിയായിരുന്നു. അങ്ങനെ എത്തി. എടി കൊച്ചേ, അമ്മ എന്ത് ആ ഫോണൊന്നും തന്നെ എന്താ എന്താ ചെറിയമ്മേ? ഫോണൊന്ന് തന്നേടി. ഞാൻ വന്ന ഓട്ടോയിലെ പൈസയും എന്റെ ഫോണൊക്കെ വെച്ചു. ഹലോ. അമ്മ എടി കൊച്ചേ, ഞാൻ ഇവളുടെ ആ ഫോണും പൈസയും എല്ലാം കൂടെ കൊടുത്ത് ഇവിടെ ഓട്ടോയിൽ മറന്നു വെച്ചു. നീ അവനെ ഒന്ന് വിട്ടിട്ട് ആ ഓട്ടോ ഒന്ന് അന്വേഷിച്ച് നോക്കുവോ? ആണോ? അമ്മ എന്താ ഓട്ടോറിക്ഷ ഇറങ്ങിയ പിന്നെ അയാൾ ഇങ്ങോട്ട് വന്നേ പൈസയും പേഴ്സും കൊണ്ടേ. അമ്മ അവിടെ മറന്നു വെച്ചു എന്നൊക്കെ പറഞ്ഞു. എന്റെ കയ്യിലുണ്ട്. അപ്പൊ തന്നെ വന്നു അയാള്. കിട്ടിയോ മോനെ? ഓട്ടോറിക്ഷക്കാരിൽ ഇപ്പോഴും നല്ല മനുഷ്യന്മാരുണ്ടല്ലോ. അങ്ങനെയാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നവര്. കണ്ട സാധനം കിട്ടിയാലൊക്കെ തിരിച്ചു തരുന്നവര്. സമാധാനമായി എനിക്ക്. എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ആ പൈസ ഉണ്ടാക്കിയെന്നാ. ഇപ്പോഴാ എന്റെ ജീവൻ നേരെ വീണത്. അമ്മ ശരി. എന്നാ ഞാനും ചേട്ടയും കൂടെ ആശുപത്രിയിലോട്ട് വരട്ടെ അമ്മ. എന്നാ മോൻ വേഗം വാ മോനെ. ശരി അമ്മ. ഓട്ടോക്കാരെ കുറ്റം പറയൊന്നും വേണ്ട. ഞങ്ങളും മനസാക്ഷിയുള്ളവരൊക്കെ തന്നെയാണ്. അനുഭവിച്ചറിഞ്ഞവർക്ക് അത് മനസ്സിലാവുള്ളൂ. കാക്കിയുടെ ഉള്ളിലും ഒരു സത്യമൊക്കെ ഉണ്ടോ.